അഡ്വക്കേറ്റ് കെ എൽകുമാർ, ഇന്നലെ ഇപ്പോൾ ഷഹനാസ് പറഞ്ഞ കാര്യം ഈ കമ്മിറ്റിയോട് അതിന്റെ അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് മുൻകൂട്ടി തനിക്കുണ്ടായ ദുരനുഭവവും മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളും ഈ ചെറുപ്പക്കാരനെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസിന് മുന്നിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് KPCC അധ്യക്ഷനടക്കം പറഞ്ഞിരുന്നത്. കോൺഗ്രസിന് മുന്നിൽ പരാതിയില്ല എന്ന് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടാണ് ഞാൻ ഈ പരാതി നൽകിയത് എന്നാണ് ഈ രണ്ടാമത്തെ പരാതി കൊടുത്ത പെൺകുട്ടി പറയുന്നത്. പരാതി ഇല്ലാഴികയല്ല, പരാതി പൂഴ്ത്തിവെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അല്ലേ, യഥാർത്ഥ പ്രശ്നം എന്താണ്? ഏതെങ്കിലും ഒരു നേതാവ് തൻ്റെ ഇടത്തോടു കൂടി ഇക്കാര്യത്തിൽ നിലപാടെടുത്താൽ അവരെ ആക്രമിക്കുന്ന ഒരു സംഘമാണ് ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയത്. അതിനവർ പണമുണ്ടാക്കിയിട്ടുണ്ട്, അതിനൊരു സംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട MLA സസ്പെൻഡ് ചെയ്തു. ബഹുമാനപ്പെട്ട എന്ന് ഞാൻ പറയുന്നത് ബഹുമാനം ഉണ്ടായിട്ടല്ല, പക്ഷെ ഗതികേട് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. ഇയാൾ ഇതാണ് എന്ന് ഞങ്ങൾ പാലക്കാട്ട് പോയി പറഞ്ഞതാണ്. കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിന് തന്നെ കൂടെ ഇരുന്നവരെ പരാജയപ്പെടുത്താൻ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി. ഇത് കൂടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി. കോടതി ഇത് റദ്ദാക്കി. 2 പാലക്കാട് പെട്ടി കണ്ടല്ലോ, ആ പെട്ടി കൊണ്ട് ഓടുന്ന കണ്ടല്ലോ. ഇപ്പം ഈ ഇദ്ദേഹം ഒളിവിൽ പോയത് ഏത് ഓപ്പറേഷനാണ്? അന്ന് പെട്ടി കൊണ്ട് പോയതും ഇതേ ഓപ്പറേഷനാണ്. 1 കിലോമീറ്ററിനകത്ത് 3 കാറെ മാറി മാറി കയറി. CCTV ഇല്ലാടത്തുനിന്ന് പോയി 3ാമത്തെ കാറെ കയറി. ഇതെല്ലാം ക്രിമിനൽ ബുദ്ധിയാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ നിയമസഭയിലേക്ക് കൊണ്ടുവരുന്ന ആരാ? യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തോ? കോൺഗ്രസ് കൊടുത്തു. അതിനർത്ഥം എന്താണ്? സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു MLA നിങ്ങൾ ധൈര്യമായി കൂട്ടിക്കൊണ്ടു പോയാൽ നിങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ലേ മുനിസിപ്പാലിറ്റി സീറ്റ് കിട്ടും. അദ്ദേഹം അവിടെ മത്സരിക്കല്ലേ. ഇനി ഈ രണ്ടാമത്തെ പരാതിയിലെ കാർ ഓടിച്ച ആളാരാ? ഫെനി. അദ്ദേഹമാണല്ലോ പെട്ടിക്കൊണ്ട് പോകുന്നത്, നീലപ്പെട്ടിക്കാരൻ. ആ നീലപ്പെട്ടിക്കാരൻ കാർ ഓടിച്ച ആളാണ് എന്ന കാര്യത്തിൽ കേസ് വന്നിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹം ആരാണ്? ഇപ്പതാ അവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ വിചാരിച്ചാൽ സീറ്റ് കൊടുക്കാനാവും. ഷാഫി പറമ്പിലാണ് തീരുമാനിക്കുന്നത്. ഷാഫി പറമ്പിലാണ് ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കുന്നത്. അത് ചെയ്യരുതെന്ന് കേണപേക്ഷിക്കുകയാണ് ഷഹനാസ് ചെയ്തത്. അത് സ്ത്രീകളെ ഓർത്തിട്ടാണ്. ഞാൻ സത്യത്തിൽ ഇന്നലെ വളരെ 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 അത്ഭുതത്തോടു കൂടിയാണ് ഷഹനാസിൻ്റെ ആ വാക്കുകൾ കേട്ടത്. അവർ എഴുത്തുകാരി, സ്ത്രീപക്ഷ എഴുത്തുകാരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കളിക്ക് അതിൽ ചേർന്ന സ്ത്രീയല്ല അവർ. അതാണ് അവരോടുള്ള എനിക്ക് ആദരവ്. ഒരു സ്ഥാനം കിട്ടാൻ അങ്ങനൊന്നുമല്ല, ഒരു പ്രത്യയശാസ്ത്ര ദാർഢ്യം അതിൽ കണ്ടു. കർഷക സമരത്തിന് പോവുക. എത്ര യൂത്ത് കോൺഗ്രസ്സുകാർ പോയില്ല. ഇവരൊരു വനിത കർഷക സമരത്തിന് പോകാൻ തീരുമാനിച്ചു. അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അവർ റിയൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. അത്തരക്കാർ കോൺഗ്രസ് പാർട്ടിയിൽ കുറവാണെന്നാണ് എൻ്റെ വാദം. എന്നെ എതിർക്കുന്നവരുണ്ടാവാം. അങ്ങനൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു കുട്ടിയുടെ അമ്മ കൂടിയായ ആ അമ്മയെന്ന് പറഞ്ഞാൽ അധികം പ്രായമില്ല, പക്ഷേ കുട്ടിയുടെ അമ്മയാണ്. അവർ തന്നെ അത് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും അവരോട് നമുക്കൊന്നുകൂടി പോകാമെന്ന് പറയുമ്പോൾ എന്തിന്? നമുക്ക് ഒറ്റയ്ക്ക് പോകാം, രണ്ടാക്കൂടെ. എന്തൊരു കർഷക സമരം പോലെ ഈ ഇന്ത്യ കണ്ട ഏറ്റവും പൊളിറ്റിക്കൽ മുന്നേറ്റം, മഹാത്മാഗാന്ധിയുടെ ചമ്പാരന് ശേഷം നമ്മുടെ രാജ്യം കണ്ട പൊളിറ്റിക്കൽ മുന്നേറ്റത്തോട് ഈ പറയുന്ന ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു MLA യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഭാവിയിലെ ഉമ്മൻചാണ്ടി, ഭാവിയിലെ ആരാണ് ഇവരൊക്കെ? ഈ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇവരെ എങ്ങനെ വാഴ്ത്തിപ്പാടിയത്? ഉമ്മൻചാണ്ടിയേക്കാൾ മുകളിൽ. അങ്ങനെയൊക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് അവതരിപ്പിച്ച വ്യക്തി ഒരു കർഷക പ്രക്ഷോഭത്തിൻ്റെ ആ ജെനുവിൻ കർഷക പ്രക്ഷോഭത്തെ, അതിൻ്റെ വേളയെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്? ഞെട്ടിപ്പോയി. അവരുടെ ആ പക്വതയാർന്ന പ്രകടനം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊക്കെ പുറത്തേക്ക് വന്നു. കേക്കച്ചൻ, എങ്ങനെ കേക്കച്ചൻ എന്നൊരു പേര് പ്രതിപക്ഷ നേതാവിന് കിട്ടിയത്? ഇത് AI ആണ്. അതാണ് ആര് പറയുന്നത്? അടൂർ പ്രകാശാണ് പറയുന്നത്. UDF കൺവീനറാണ് പറയുന്നത് ഇത് AI ആണ്. K. സുധാകരൻ പറയും, ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു, ഏതാണ് കുട്ടി? ഇതെല്ലാം ചെയ്യുന്നയാളാണ് കുട്ടി. എടാ, ഇത് നിൻ്റെ ശബ്ദമാണോ എന്ന് ചോദിക്കാൻ MPക്ക് നേരം കിട്ടിയോ? കോൺഗ്രസ്സിലെ ഒരൊറ്റയാൾ, മിസ്റ്റർ രാഹുൽ, ഇത് നിങ്ങളുടെ ശബ്ദമാണോ അല്ലയോ?
അന്ന് ഉത്തരം കിട്ടുമായിരുന്നു കോൺഗ്രസിന്, അന്ന് തെളിച്ചം കിട്ടുമായിരുന്നു കോൺഗ്രസിന്, അന്ന് കോൺഗ്രസ് നിലപാടെടുക്കണമായിരുന്നു. ആ ശബ്ദം പുറത്തു വന്നപ്പോൾ പെൺകുട്ടി ആരുമായിക്കോട്ടെ, ഞങ്ങളുടെ ഒരു MLA ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നീ എന്തിന് ഇതിന് പോയി, അല്ലെങ്കിൽ നീ എന്താണ് ഇതിന് കാണിച്ചത്, നീ മാറി നിൽക്കൂ എന്ന് പറഞ്ഞാലോ? അതിന് പകരം സ്വന്തം കുഴി തോണ്ടുന്ന വിധം വെല്ലുവിളിക്കുകയാണ്, കൂടെ നിൽക്കുന്നവരെ ഉപയോഗിച്ച് ആക്രമിക്കുകയാണ്. അത് കോൺഗ്രസ്സിന് താങ്ങാനായില്ല. അങ്ങനെ തകർന്നടിഞ്ഞ ഒരു കോൺഗ്രസിനകത്ത് വേദനിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്, വനിതകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ സന്തുഷ്ടരായിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയം ഇതിനുള്ളതല്ല. ഇപ്പം ഒരു വാക്കൂടെ മാധു എന്നെ പറയാൻ അനുവദിക്കുക. ഈ തീവ്രത എന്നൊരു വാക്കുണ്ട്, അത് ഞങ്ങളുടെ പാർട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ വെച്ച് കിട്ടുന്നുണ്ട്. സത്യം എന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് കുറ്റകൃത്യത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് പാർട്ടിയുടെ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ കുറ്റകൃത്യത്തിൻ്റെ ഗുരുത്വവും ലഘുത്വവും നോക്കണം. അത് പാർട്ടി ഭരണഘടനയാണ് പറയുന്നത്, അല്ലാണ്ട് ഉണ്ടായ സംഭവത്തെക്കുറിച്ചല്ല. ഇവിടുത്തെ ആളുകൾ പറയുന്നത് പീഡനത്തിൻ്റെ തീവ്രത തെറ്റായ ധാരണയാണ്. ഞാൻ ഒരു തവണയെങ്കിലും പാർട്ടിക്ക് വേണ്ടി തിരുത്താം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് സെൻഷർ ചെയ്യും, ഒരു താക്കീത് കൊടുക്കും, ശാസിക്കും, പരസ്യമായി ശാസിക്കും, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് 6 മാസത്തിൽ കുറയാത്ത കാലത്തിലേക്ക്, അല്ലെങ്കിൽ 1 കൊല്ലത്തിൽ കുറയാത്ത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും, പുറത്താക്കും. ഇത് ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അനുസരിച്ചിട്ടാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ വന്ന ഒരു പരാതിയിലും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഈ പാർട്ടിക്കകത്ത് ഏതൊരു വ്യക്തിക്കും ഏതറ്റം വരെയും പോകാം. ഇതൊന്നും സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിലും അല്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ കാര്യം അതിനുശേഷവും പിന്നീടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ MC ജോസഫിന്റെ ഭാഗത്ത് നിന്ന് പാർട്ടിക്ക് കോടതിയും ഒക്കെ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് അതിലേക്ക് ഇനി പോവേണ്ടതില്ല. അന്ന് വലിയ വിമർശന വിധേയമായിരുന്നു. ഇപ്പോൾ പാർട്ടി ഒരു കാര്യം പരിഗണിക്കുന്നത് പോലെയല്ല നിയമ സംവിധാനം ഒരു കാര്യം പരിഗണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകും, വിമർശനങ്ങളും ഉണ്ടാകും. അതവിടെ നിൽക്കട്ടെ, ഞാൻ വരാം.